ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിന്ന് വയനാട് പോകാൻ വേണ്ടി ഇറങ്ങിക്കുകയാണ്. അത് ഫാമിലി ആയിട്ടാണ് ഫസ്റ്റ് ട്രിപ്പ്. അത് ഫാമിലി ആയിട്ടാണ് പോയിട്ടുണ്ട്, പക്ഷേ കുട്ടിയുണ്ടായിട്ടാണ് ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ മോളെ കൊണ്ട് ഞങ്ങൾ വയനാട് പോകാൻ വേണ്ടി ഇറങ്ങിക്കുകയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ, മലപ്പുറത്ത്, മലപ്പുറത്ത്. അപ്പോൾ അവനെയും കൂട്ടിയിട്ടാണ് പോകണത്. വേറെ ഫസ്റ്റ് ട്രിപ്പാണ്, ഫാമിലി ട്രിപ്പ്. മോളുണ്ടായിട്ട് അവളുടെ ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങളെല്ലാവരും ഇവിടെ ഫാമിലിയായിട്ട് ടൂർ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു വീഡിയോസ് കാണാം. കാറിലാണ് കയറി കഴിഞ്ഞാൽ അവൾക്ക് ഇതാ കാറ് നിർത്താൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആക്ഷൻ ഇടും, കാർ ഇങ്ങനെ ഓടണം. അത് കുറേ നമ്മൾ പോണ കഴിക്കാം. അറിയോ അതിനിതുവരെ എന്നെ പുഴയിൽ ഇറക്കിയിട്ടില്ലല്ലോ. ഞായറാഴ്ച ആണെങ്കിൽ കേറാൻ പറ്റൂല. ഇല്ല, പോലീസ് ഉണ്ട് ചുരത്തില്, പോലീസ് ഉണ്ട് ചുരത്തില്. ഇവിടെ ഒരു താത്താൻ്റെ കടന്നു, അവിടുന്ന് കന്നോണ്ടിയിൽ വരുമ്പോ അതിനാണ് ചായ കിട്ടിയത്. ചുരത്തില് ബ്ലോക്ക് പറഞ്ഞ 6 ബ്ലോക്കാണ്. കുറേ നേരം കഴിക്കുന്നത്. അപ്പം ഒന്ന് പുറത്തുണ്ടൊരു വീഡിയോ എടുക്കാം. ഞാൻ ഓടിക്കറിക്കൊണ്ട് അങ്ങനെയാണ് റിസോർട്ടിലെത്തിട്ടോ. റൂം, കൊച്ചു ബേബി ഇതാ കിടക്കണം. മുഖം പത്തല്ലേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. ഇനി പൂളൊക്കെ ഉണ്ട്. റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കിയ വ്യൂ കേട്ടോ. പക്ഷെ നമുക്ക് പൂളൊന്നും ഇവിടെ കാണാമല്ലോ. നല്ല മഴയായിരുന്നു. നമ്മൾ പോയിടത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാറ് കിടക്കുന്നത്, ഞങ്ങളിത് അവിടെ ആയിട്ട് താമസിക്കണത്. ഇതാണ് വാഷ്റൂം കേട്ടോ. 3:30-4 മണിയാകുമ്പോൾ ചുരം കയറി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പക്ഷേ മഴ ആയ കാരണേ ഭയങ്കര ബ്ലോക്കും നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ അങ്ങനെ പോകുന്നു. ഞങ്ങൾക്ക് ചുരം കഴിഞ്ഞിട്ട് വ്യൂ പോയിൻ്റ് ഇല്ല, അവിടെ കഴിഞ്ഞ് ചുരമൊക്കെ കയറി കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് 40 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക് വരാനുള്ളൊരു കാരണം. ഇവിടെ പൂളുണ്ട്, നല്ല അടിപൊളി ചെറിയൊരു തെങ്ങുന്തോപ്പിൻ്റെ ഇടയിലൊരു പൂള്. ഇത് രാത്രിയാണ് പോകുമ്പോൾ കാണിച്ചു തരാം. ഇന്നലെ രാത്രി വീഡിയോ അവിടെ നിർത്തിയതല്ലേ, നമ്മൾ രാത്രി കേട്ടോ പൂളിലൊക്കെ പോയി. പക്ഷെ ഭയങ്കര മഴയായിരുന്നു, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പൂളിലൊക്കെ പോയി രാത്രി ചാടി മറിഞ്ഞ് ഏകദേശം 1 മണിയായി റൂമിലെത്തിയപ്പോൾ. ഇപ്പോൾ രാവിലെ 7 മണി 7:30 മണിയായി. 7:30 ഇപ്പോൾ എണീച്ച് വന്ന് ചായ കുടിച്ചിട്ട് ഉണങ്ങി പൂളിൽ പോയിട്ട് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യും. ഇവിടുന്ന് നേരെ ഞങ്ങൾ വയനാട് ടൗണ് മേപ്പാടി ലക്കടി ഭാഗത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം ഇനി അടുത്ത് നേരെ ഇവിടുന്ന് ചായ പിടിക്കൽ പോയിട്ട് പിന്നെ പൂളിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇന്നലെ അവരോടും പറഞ്ഞിരുന്നില്ല അഭിപ്രായമുണ്ട്. ഞങ്ങൾ താമസിക്കണില്ല, അതോട്ട് അവിടെ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ട് സൈഡിൽ കൂടെ വന്നാലാണ് പൂള്. കുളിക്കും.
നല്ല തണുപ്പുണ്ട്. ഓർമ്മിപ്പിക്കല്ലേ അത്. In 400 meters, turn right onto VC Link Road. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ സൂചിപ്പാറ പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് കുറേ ടൈം മിസ്സായി. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത സ്ഥലമാണ് വൈത്തിരി പാർക്ക്. കുറേ ആയതുകൊണ്ട് പോകണം വിചാരിക്കണം. 2 തവണ ഞങ്ങൾ വന്നിട്ട് പോകണം വിചാരിച്ചാണ്, പറ്റിയിട്ടില്ല. പ്രാവശ്യം എന്തായാലും അവിടെ നിന്ന് കയറാൻ പറ്റിയ സിറ്റുവേഷനാണ്. അപ്പോൾ പോയി നോക്കട്ടെ എന്തൊക്കെ ഉണ്ട് അവിടെയാണ്. ഞങ്ങൾ നല്ല ഉറക്കത്തിലാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, എടുത്തെടുക്കാം. ഇവിടെ പാർക്കിങ് കേട്ടോ, നമ്മൾ കാറൂടെ പാർക്ക് ചെയ്യാൻ, എന്നിട്ട് അവർ ജീപ്പിൽ പോവുക. അങ്ങനെയാണ് നമ്മളിപ്പോൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടുന്ന് ഒരു ജീപ്പ് കയറ്റിയാണ് അങ്ങോട്ട് പോകാൻ. പാർക്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ട് അവിടുന്ന് അവർ താഴത്ത് വിട്ടിട്ട് പറഞ്ഞ് കുറച്ച് നടക്കണമെന്ന്. അത്ര മുകളിൽ ജീപ്പ് വരില്ല, അത്ര നമ്മളെ വണ്ടി വെച്ച് വിടണില്ല. ആണ് വലിയൊരു കയറ്റം. പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തി. 600 രൂപ ഒരാൾക്ക് ടിക്കറ്റിന്. ആ, പക്ഷെ ഇതിന് കാശ് വേണ്ടി വരില്ല. അതിനെടുത്തിട്ട് വാ, കുട്ടീനെ എടുത്തിട്ട് വാ. രണ്ടാളും മുഖത്തും തീരെ പേടിയില്ല. അത് കണ്ണടച്ചിട്ടൊക്കെ ഇരിക്കണേ. ഇതാ ഉമ്മിച്ചി പറക്കണേ. ഇതപ്പോ ഞാനില്ല. ഇല്ല. ആ മായാവിൻ്റെ കേവില്ല, അതേപോലത്തെ സാധനമാണ് തോന്നുന്നു. ആ ഇത് കൂടെ പോട്ടെല്ലോ. അത് പ്രേതത്തിൻ്റെ വീടാ, അത് വേണ്ട. ഇതെങ്ങനെ മുകളിൽ കയറുക? എന്താ വേണ്ടച്ച കൊടുക്ക്. എന്റെ കൈകാലം മറക്കും കുട്ടി പറഞ്ഞ. ആരെണ്ണ അവിടെ റോപ്പിന്റെ മുകളിൽ സൈക്കിള്. തൊപ്പിയുടെ കുത്തിച്ച
ലാലോ നല്ല പോട്ടോ. ചവിട്ടടോ. ഒറ്റപ്പാലിന് വന്ന 2 രൂപ സിപ്പ് ലൈനിൽ കുടുങ്ങി. ചവിട്ടാൻ വയ്ക്കണില്ല, വണ്ടി നീങ്ങണില്ല. നോക്കിയാ അത്ര ബാക്കൊന്നും പോന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ സൈക്കിൾ ഓട്ടി നല്ല സ്പീഡിൽ പോകുന്നോണ്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പം മെല്ലെ ചവിട്ടിയിട്ടാണ്. ഞാൻ മെല്ലെ ആലോചിച്ച് ചവിട്ടിയപ്പോ അവിടെ പെട്ട്. ഓ ഇല്ല പൊന്നു, ആ സെൻറ്റർ വയറക്കാടി. എനിക്ക് പേടിയല്ല ഭായി. സീ എന്താണെന്നറിയോ, ഇതിന്റെ സെറ്റിങ്സ് നമുക്ക് പറഞ്ഞില്ല. ആ അവിടുന്ന് വരുമ്പോ പറഞ്ഞോണ്ട് സ്പീഡിൽ ഞാൻ ചവിട്ടി. അത് ഞാൻ എടുത്തരാം. അവർ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു മഴ കാരണം നിർത്തിയെടുക്കേണ്ടി വന്നതിന് ക്യാഷ് റീഫണ്ട് ഇല്ലാതെ. അങ്ങനെ കുറേ നേരം അവിടെ പോസ്റ്റായിട്ട് 600 രൂപയും പോയി. ഞങ്ങൾ മഴ കാരണം എവിടെയും കയറാനും പറ്റില്ല. അങ്ങനെ നാട്ടിൽ പോകാൻ തിരിച്ചിറങ്ങി കേട്ടോ. പക്ഷേ ചുരം ഇറങ്ങുന്നതിന് മുമ്പ് ഭയങ്കര കോട രാത്രി വെച്ച് പിന്നെ ഫാമിലി ഉള്ളതല്ല. അപ്പോൾ പോകണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ റൂം എടുത്ത് വേറെ റിസോർട്ടിൽ കയറി താമസിച്ച് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അതിന് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. മഴ കാരണം അപ്പോൾ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.